2025 പ്രൊഫസർ എം.പി. മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയതാരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാം. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാം. സ്റ്റുട്ട്ഗാർട്ട് ഓപ്പൺ 2025 നേടിയ അമേരിക്കൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ടൈലർ ഫ്രിറ്റ്സ്. സ്റ്റുട്ട്ഗാർട്ട് ഓപ്പൺ 2025 നേടിയ അമേരിക്കൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യം എന്താണ്? പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക. പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ ഹോസെ സെഗുറോ. പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്റോണിയോ ഹോസെ സെഗുറോ. 2026 റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശങ്ങൾ: ചരിദണ്ഡ് ഗുജറാത്ത്, ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതം. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന, 400 രൂപ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന, 400 രൂപ. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ശനി. ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ബഹാമസ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ടൊവിനോ തോമസ്. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ബ്രാൻഡ് അംബാസഡർ ടൊവിനോ തോമസ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം എവിടെയാണ്? പാമ്പൻ പാലം. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. ലോകത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. കേരള സർവകലാശാലയുടെ 2021-22 വർഷങ്ങളിലെ ONV പുരസ്കാരത്തിന് അർഹരായവർ: 2021 MK സാനുവും 2022 M മുകുന്ദനും. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കേരളത്തിൽ, തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ. മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രം ഏതാണ്? യോദ്ധാവ്. ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ഏതെല്ലാം? ആദ്യ ആൻഡ് പുണ്യ. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ. ഇന്ത്യയിലെ ആദ്യ റൂമാറ്റിക് പവർ രഹിത ജില്ല ഏതാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല കോട്ടയം. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റഡ് പാലം സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലെ 4 ചിറപ്പാലം. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റഡ് പാലം 4 ചിറപ്പാലം. സ്പേസ് എക്സിൻ്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിൻ്റെ ഭാഗമായി 2025 കേരളത്തിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം നിള. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രൊജക്റ്റ് ഹിഫാസ്ത് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ISRO ചെയർമാൻ S. സോമനാഥ്. അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? യൂക്ലിഡ്. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിയാന.
കലാമണ്ഡലം ഫെലോഷിപ്പ് 2025 നേടിയ നർത്തകി കലാമണ്ഡലം സരസ്വതി. കലാമണ്ഡലം 2025 ഫെലോഷിപ്പ് നേടിയ നർത്തകി കലാമണ്ഡലം സരസ്വതി. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏതാണ്? കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റി. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന. AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന. പ്രപഞ്ച ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. നാസ വിക്ഷേപിച്ച ദൂരദർശിനിയുടെ പേര് സ്ഫെറക്സ്. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിന ഫാസോ. തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിന ഫാസോ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കട്ടാരിയ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം. കോമൺവെൽത്ത് നേഷൻസിൻ്റെ 7ാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെർലി ബോച്ച്വേ. യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റബാത്ത് ആണ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റബാത്ത് ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല.